കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വടകരയിൽ ഓട്ടോറിക്ഷയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷാനിഫ് നിസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അമിത ലഹരിമരുന്ന് ഉപയോഗമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. ആം, വിവരങ്ങൾ നൽകാൻ VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? അമിത ലഹരി തന്നെയാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്? ശ്രുതി, ഇന്ന് പുലർച്ചെയാണ് വടകരയിൽ ഓട്ടോറിക്ഷയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ അമിത ലഹരി ഉപയോഗമാണ് മരണകാരണമെന്നാണ് സംശയിക്കുന്നത്. കാരണം ലഹരി മരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചും മറ്റും മൃതദേഹത്തിന്റെ സമീപത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരണപ്പെട്ടത് കണ്ണൂർ സ്വദേശി ഷാനിഫ് നിസിയാണ്. ഈ ഷാനിഫ് കണ്ണൂരിലെത്തിയത് എങ്ങനെയാണ്, ഷാനിഫിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം വടകരയിൽ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിൽ അമിത ലഹരി ഉപയോഗം കൊണ്ട് ചെറുപ്പക്കാരുടെ മരണം നേരത്തെ ഒരു 2 മാസത്തിനിടയിൽ രണ്ടോ മൂന്നോ മരണങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓർക്കാട്ടേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇതേ രീതിയിൽ മരിച്ചു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ലഹരി കേന്ദ്രമായി ഇത്തരം പ്രദേശങ്ങൾ മാറുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഓട്ടോറിക്ഷയിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹമുള്ളത്. അപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അടുത്ത് കാണുന്ന ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും മറ്റും അമിത ലഹരി ഉപയോഗത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അമിത ലഹരി ഉപയോഗമാണ് യുവാവിന്റെ മരണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കോഴിക്കോട് വടകരയിൽ ഓട്ടോറിക്ഷയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ സ്വദേശി ഷാനിഫ് നിസിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിത ലഹരി ഉപയോഗമാണ് മരണകാരണമെന്ന് പോലീസ് സംശയിക്കുമ്പോൾ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഹരി മരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.